മാത്രമല്ല അവർക്കുള്ളൂ. ജയിലിൽ വാർഡന്മാരാണ്. ഈ വാർഡന്മാർ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നല്ല സത്യം. ഞാനിതാ കോഴിക്കോട് സബ് ജയിലിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കും വേണമെങ്കിലും വിളിക്കാം. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വാർഡൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം വെളുത്തിട്ടൊക്കെ ഉള്ള ഒരു വാർഡൻ. പേര് ഞാൻ മറന്നിട്ടുണ്ട്. മൂപ്പര് വന്നിട്ട് ചോദിച്ചു, നിശാൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വീട്ടുകാരും വന്നിട്ടില്ല. നോക്കുമ്പോഴാണ് പറഞ്ഞത് പവിത്ര എസ് അയ്യർ എന്നൊരു ഐഡിയ ആണ്. പാസ്പോർട്ടാണ് പ്രൂഫ് കൊടുത്തിട്ടുള്ളത്. കൂടെ ഒരു മുബഷിറ നിങ്ങൾക്ക് അറിയാലോ. ഇതേപോലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ വ്യാജമായി പരാതി കൊടുത്തൊരു വ്യക്തിയാണ് മുബഷിറ. ആ വ്യക്തിയും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാസ്പോർട്ടാണ് പ്രൂഫായിട്ട് കൊടുത്തിട്ടുള്ളത്. അവളുടെ ആധാർ കാർഡും ഇവളുടെ പാസ്പോർട്ടും. അങ്ങനെ ഞാൻ പാസ്പോർട്ട് നോക്കി. പാസ്പോർട്ടിൽ കർണാടക ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്രസ്സാണ് അതിൽ കിടക്കുന്നത്. കർണാടക ബേസ് ചെയ്തിട്ട് ഉടുപ്പിയാണെന്ന് തോന്നുന്നത്. ആ ബേസ് ചെയ്തിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു കാണണോ, എനിക്ക് അവരെ കണ്ടിട്ട് ഒരു വശപശയൊക്കെ ഉണ്ട്, കാണണമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കാണണം. അങ്ങനെ ഞാൻ അവിടെ എഴുതി കൊടുത്തു. അതായത് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ഒരു ഇഷ്യൂ അവരെ ബാധിക്കരുതെന്ന് വിചാരിച്ചിട്ട് എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിന് കയറി. അപ്പോഴാണ് ഈ ഫാദില എന്ന പവിത്ര എസ് അയ്യർ, നിങ്ങളെല്ലാവരും പറഞ്ഞ ഒരു മിടുക്കി കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാദർ കരിപ്പൊടി തോളത്തും പോക്കറ്റിലും കൊണ്ടുനടക്കുന്ന ഒരു പെണ്ണാണ്. പല ന്യൂസുകളും കണ്ടു. ഒരു ഡോക്ടറുടെ കെണി പെടുത്തിക്കൊണ്ടാണ് എന്നെ ഉള്ളിലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യൂസിലും ഞാൻ കണ്ടു. ആ വ്യക്തിയാണ് എന്നെ കാണാൻ വന്നത്. ആ വ്യക്തി എന്നെ കാണാൻ വന്ന് ആ വ്യക്തിനായിട്ട് ഞാൻ തല്ലുണ്ടായ സമയത്ത് പോലീസുകാരെന്ന് പറഞ്ഞ വ്യക്തികൾ പറഞ്ഞു എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ വാടന്മാർ പറഞ്ഞു എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. നിശാലിനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നിശാൽ ഇത്ര ധൈര്യത്തിൽ കോഴിക്കോട് സബ് ജയിലിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്ത് ഇങ്ങനെ പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോഴും എനിക്ക് ഓഫർ വെച്ചിട്ട് എന്നെ വില പേശാൻ നിന്നപ്പോഴും നിശാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിശാൽ ഇറങ്ങിയതിൻ്റെ ശേഷം നിശാൽ ഇതിൻ്റെ കാര്യങ്ങൾ തീർക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും തീർക്കും. നിയമത്തിൻ്റെ വഴിക്ക് പോയി നിയമത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ തീർക്കും. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഷോ ഇറക്കാൻ ഞാൻ സബ് ജയിലിലാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഷോ ഇറക്കാനുള്ള സ്ഥലമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും പ്രിസൺ ഓഫീസർ അടുത്തിരിക്കുന്ന സമയത്ത് പോലും നീ എന്നോട് പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് തന്തക്കും തള്ളക്കും എണ്ണീറ്റാണ് പവിത്ര ഈ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. സത്യമല്ലേ? പിന്നെ എന്തിനാണത് പറയുന്നത്? ഇപ്പം എനിക്കറിയാം ജാമ്യം കിട്ടുമെന്നുള്ളതറിയാം. പിന്നെ താമരശ്ശേരി പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് MDM ഉണ്ട്, കാര്യങ്ങൾ കയ്യിലുണ്ട്, അതുണ്ട്. താമരശ്ശേരി പോലീസ് ഇതിലപ്പുറം ചെയ്യും. താമരശ്ശേരി പോലീസ് പൈസ കിട്ടിയതും ഇതിലപ്പുറം ചെയ്യും എന്നുള്ള പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പോലീസുകാരൻ എന്നോട് ചോദിച്ചു, ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമോ എന്ന്. ഞാൻ വീഡിയോ ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു. കാരണം എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയണ്ടേ. തീർച്ചയായിട്ടും ഞാൻ പറയും. അതുപോലെ ഞാൻ ചെയ്യുന്നുമുണ്ട്. എനിക്ക് നല്ല ഭയമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ കൂടുമെന്ന് നല്ല ഉറപ്പാണ് നിങ്ങൾക്ക്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ ഞാൻ കൂടുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? കേസ് കൊടുത്തവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിതിൻ്റെ പിന്നാലെ കൂടുമെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ നാട്ടിലാകെ ഗുണ്ടകളാണ്. തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പോലീസൊക്കെ ഗുണ്ടകളുടെ ആൾക്കാരാണെന്നാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ തോന്നലിന് അടിവരയിടുന്നതാണ്. ഏതായാലും നടപടി